പാലയാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന അസാപ്പ് NTTF പരിശീലന കേന്ദ്രം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോളും സംഘവും സന്ദർശിച്ചു. ജില്ലാ പഞ്ചായത്ത് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥിനികൾക്കായി നൈപുണി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി NTTFന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന CNC വെർട്ടിക്കൽ മില്ലിംഗ് ആൻഡ് ടേണിംഗ് പരിശീലന രീതികൾ നേരിൽ കാണുന്നതിനായാണ് സന്ദർശനം നടത്തിയത്. വളരെ നല്ല ശ്രമമാണ് എല്ലാ പ്രദേശവും സർക്കാർ സ്ഥാപിച്ചിട്ടുള്ളത്. നമ്മളെല്ലാം അതെന്തുകൊണ്ടെന്ന് പരിശോധിച്ചാൽ നമ്മൾ കേരളത്തിനകത്താണ് ഇത്രമേൽ കേരളത്തിലെ സമൂഹത്തിലെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. കേരളത്തിന് മാത്രം പ്രത്യേകതയാണ്. ഇന്ത്യ ഒരു പുതിയ രാജ്യമാണ്. ഈ രാജ്യത്തിനകത്ത് മറ്റ് 27 സംസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമായിട്ടാണ് കേരളത്തിലെ മനുഷ്യരെ ആകെക്കൂടെ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാനമായി കേരളത്തിന് നിൽക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്തിന് മുമ്പിൽ എന്തെങ്കിലും നമ്പറുകൾ കേരളത്തിന് പറയുക ലോകത്തിലെല്ലാ കാര്യത്തിലും വിദ്യാഭ്യാസം നേടിയവർ കേരളത്തിലേക്കാണ്. ആരോഗ്യരംഗം വളരെ മെച്ചപ്പെട്ടതാണ് അല്ലേ? ഇപ്പോൾ തൊഴിലിൽ നമ്മൾ പറയുമ്പോഴായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ ആ രംഗത്തും തൊഴിലിലേക്കും കേരളത്തിലേക്കും പൊതുവായി എല്ലാവരും മുന്നോട്ട് വരണമെന്നുള്ളത് സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി പറഞ്ഞു വയ്ക്കാൻ സാധിച്ചിരിക്കുന്നു. കുട്ടികളുടെ നൈപുണി വികസനത്തിനായി നടപ്പിലാക്കുന്ന പരിശീലന രീതിയും ക്യാമ്പസ് നിയമന ഉത്തരവുമെല്ലാം നേരിട്ട് വിലയിരുത്തി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിറ, സെക്രട്ടറി M രാമൻകുട്ടി, ജില്ലാ പട്ടികവർഗ വികസന ഓഫീസർ M ഷമീന എന്നിവരടങ്ങിയ സംഘമാണ് പരിശീലന കേന്ദ്രം സന്ദർശിച്ചത്. പാലക്കാട് ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ 36 പെൺകുട്ടികളാണ് നിലവിൽ ഇവിടെ സർക്കാർ ധനസഹായത്തോടെ കോഴ്സ് പരിശീലിക്കുന്നത്. പഠനം വിജയകരമായി പൂർത്തീകരിക്കുന്ന മുഴുവൻ പേർക്കും ബഹുരാഷ്ട്ര കമ്പനികൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കും. കേവലം ജോലി എന്നതിനപ്പുറത്തേക്ക് സ്വയം സംരംഭകരായി മാറുന്നതിനും കൂടി വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്നും പ്രസിഡന്റ് കെ ബിനുമോൾ പറഞ്ഞു. അസാപ്പ് NTTF പരിശീലന കേന്ദ്രത്തിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പൽ VM സരസ്വതി അധ്യക്ഷയായി. വികാസ് പലേരി, A രൺധീർ, T രത്നേഷ്, PK തിലകൻ, S പ്രമോദ് എന്നിവർ നേതൃത്വം നൽകി. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.